കയ്യില് ഒത്തിരി പഴയ ചുരിദാറ് പഴയ നൈറ്റി ഒക്കെ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ നമുക്ക് കളർ ഇഷ്ടപ്പെടാത്തതായിരിക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് ടൈറ്റ് ആയതോ ലൂസ് ആയതോ അങ്ങനെ ഇടാതായിട്ടുള്ള ഒത്തിരി ചുരിദാറൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഈ ഒരു ചുരിദാർ വെച്ചിട്ട് നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് ഒന്ന് ഡിസൈൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്റെ കയ്യിലുള്ള ഒരു പഴയ ചുരിദാറാണ് ഇത്. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ട് തയ്ച്ചതാണ്. പക്ഷേ ഇതുപോലത്തെ ബോക്സ് പിച്ച് ചെയ്തപ്പോൾ നല്ല ബോഡിക്ക് നല്ല ഷേപ്പാണ്. എനിക്ക് അധികം വണ്ണമില്ലാത്തത് കൊണ്ട് ഒത്തിരി കൂടി വണ്ണം കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഈ ടോപ്പ് അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പൊ ഞാനിത് എന്റെ മോൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇടാൻ പറ്റിയ ഒരു ഫ്രോക്ക് ചെയ്യാൻ പോവുക. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും, അതുകൊണ്ടിട്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഉൾഭാഗം ഒന്ന് എടുക്കാം. ഇതിൽ അധികം പണിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഉള്ളു ഭാഗങ്ങൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ ഇതിങ്ങനെ രണ്ടാക്കി മടക്കി കൊടുക്കുക. ഏത് മോഡൽ ചുരിദാർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അംബ്രല്ലയോ പ്ലീറ്റോ എ ലൈനോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിങ്ങനെ രണ്ടാക്കി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇതുപോലെ മടക്കിയിട്ട് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നമ്മുടെ മക്കളുടെ ഒരു ഫ്രോക്ക് ഇതിന്റെ മീതേക്ക് വെച്ച് കൊടുക്കാം. അതുമല്ല അളവറിയാമെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ മോൾക്ക് ഒരു 36 ഇഞ്ച് ലെങ്ത്തിലെ ഒരു ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് വേണ്ട അളവിനെ കൂടെ ഒരു 1/2 ഇഞ്ചോളം തയ്യൽത്തുമ്പ് കൂട്ടിയെടുക്കുക. വേറൊന്നുമല്ല, നമുക്ക് ആ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. താഴെ ഒന്നും മടക്കടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഞാനപ്പോ ഇവിടെ 36.5 ഇഞ്ചിൽ ഇങ്ങനെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുവാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് മാറ്റി. അത് കഴിയുമ്പോൾ നമുക്കിതിൽ ചെറിയ ഒരു നെക്കും അതുപോലെ ആ ഒരു ആം ഹോളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യമേ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡറിന്റെ അളവ് 5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്ത് കൊടുത്തു. താഴത്തേക്ക് 5 ഇഞ്ച് തന്നെ ആം ഹോള് അതിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് നോക്കാം. ചെസ്റ്റ് 6.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് ഇപ്പൊ ഇവിടെ 7.5 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ ഈ ആം ഹോൾ ഇങ്ങനെ കൂടെ വരച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നെക്ക് തയ്ക്കുക. നെക്ക് ബാക്കും ഫ്രണ്ടും ഒരേ അളവിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സിബോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല, ഉക്സും വെക്കുന്നില്ല ബാക്കിൽ. അപ്പോൾ ഒരു 2 ഇഞ്ച് വീതി കൊടുത്തിട്ട് ഞാനൊരു താഴത്തേക്ക് 3 ഇഞ്ച് നെക്കൊന്ന് കൊടുക്കുവാണ് കേട്ടോ. ഒരേ അളവിൽ തന്നെയാണ് നെക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഉടുക്കാത്ത ഒരു ചുരിദാറ വെറുതെ നമുക്കിത് നശിപ്പിച്ച് കളയാനും പറ്റില്ല. ഇതാകുമ്പോൾ പിള്ളേരുടുത്ത് പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവർക്കൊരു ഡ്രസ്സും കൂടെ കൂടുതൽ കിട്ടും. കുട്ടികൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും മതിയാവത്തില്ല. ഇതുപോലത്തെ ഒരു ഫ്രോക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ചുരിദാറിനെ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു വെസ്റ്റേൺ ഫ്രോക്ക് ആക്കി എടുക്കാം കേട്ടോ. പ്ലീറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിള്ളേരുടെ ചെസ്റ്റിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് പ്ലീറ്റ് ആയിട്ട് ഇരിക്കും. ഇനിയും നമുക്കിതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം, എന്നാലല്ലേ കാണാൻ ഭംഗി ഉണ്ടാകത്തുള്ളൂ. എന്താണെങ്കിലും ഇപ്പോൾ എല്ലാവരും 3/4 സ്ലീവ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്ലീവും നമുക്ക് വെറുതെ അങ്ങ് നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. സ്ലീവിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ കുറച്ച് കഷ്ണങ്ങൾ, ഒരു സ്ലീവ് മതി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേത് നമുക്ക് ആ നെക്കൊക്കെ ഒന്ന് തയ്ക്കാൻ വേണം. അപ്പോൾ ഇത്രയും വീതിയിലുള്ള തുണി ഇതിൽ നിന്നും കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഈ വീതിക്ക് കുറച്ച് സ്ട്രിപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് തയ്ക്കാം കേട്ടോ. ആദ്യമേ നമ്മൾ കുറച്ച് സ്ട്രിപ്സ് ഇങ്ങനെ കട്ട് ചെയ്തില്ലേ, അതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ചോളം വീതി ഉണ്ടാവും. ഇത്രയും വീതി മതി. കുട്ടികൾക്കാകുമ്പോൾ ഇത്രയും തന്നെ കൂടുതലാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൈഡ് ഒന്ന്, അതായത് ഇതിന്റെ താഴെ ഭാഗം ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടൊന്ന് അറ്റം വരെ ഒന്ന് തയ്ക്കാം കേട്ടോ. അതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള പ്ലീറ്റ്സ്, ഇതുപോലത്തെ പ്ലീറ്റ്സ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം വലുതായിരിക്കണം, കുഞ്ഞു കുഞ്ഞു വേണ്ട, എന്നാലേ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ അറ്റം വരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ നെക്കൊന്ന് ചെയ്തെടുക്കണം. 2 നെക്കും വളരെ സിമ്പിൾ ആയിട്ടാണ്. ഇതിന്റെ സൈഡൊന്നും ഇനി അഴിച്ചൊന്നും മാറ്റേണ്ട. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യമേ ഒരു നെക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെക്കണം. എന്നിട്ട് ക്രോസ് പീസ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ക്രോസ് പീസ് കൊണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉള്ളു നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ ക്രോസ് പീസ് തന്നെ വേണം കേട്ടോ. അപ്പോൾ ബാലൻസ് ഉള്ള ഈ ഒരു കഷ്ണത്തിൽ നിന്ന് ഞാൻ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാൻ പോവുക. അപ്പോൾ ഇതുപോലത്തെ ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു ഭാഗം തയ്ക്കാം. ക്രോസ് പീസ് ആകുമ്പോൾ നല്ല വശം വേണം എടുക്കാൻ വേണ്ടി. നേരെ മറിച്ച് നമ്മളൊരു സ്ട്രെയിറ്റ് പീസ് വെച്ചാൽ ചെയ്യണമെങ്കിൽ അതിന്റെ ഉൾഭാഗത്തു നിന്നായിരിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല വശത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് പോവാം. ക്രോസ് പീസ് കറക്റ്റ് ലെവലിൽ വെക്കാം. എന്നിട്ട് ഒരു 1/4 ഇഞ്ചിലാണ് നമുക്ക് നെക്ക് അടിക്കേണ്ടത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കുക. സെയിം തുണിയിൽ നിന്ന് തന്നെ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇങ്ങനെ
കുറച്ച് കയറിയ നെക്കായിരിക്കുമല്ലോ, അപ്പോൾ സെയിം തുണിയാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾക്കാണെങ്കിൽ കുഴപ്പമില്ല, കുട്ടികൾക്കാകുമ്പോൾ ഇതുപോലത്തെ ചെയ്യുമ്പോൾ സെയിം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. ക്രോസ് പീസ് കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. ഇനി നമുക്ക് നേരെ ഇതൊന്ന് പതിച്ചടിച്ചിട്ട് ഉള്ളിലേക്ക് തയ്ച്ചു വെക്കാം. ഇതേപോലെ തന്നെ അപ്പുറത്തെ പീസും ചെയ്യാം. ഷോൾഡർ എന്നിട്ട് നമ്മൾ ഈ 2 കഷ്ണം ഒരുമിച്ച് വെച്ചിട്ട് അങ്ങോട്ട് തയ്ച്ചു പോവാം. ഉള്ളിൽ നല്ല തയ്ക്കുന്ന കേട്ടോ. 2 നെക്കും ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വേണം ഷോൾഡർ ഒന്ന് കൂട്ടി അടിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് കെട്ടിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഷോൾഡർ ഇങ്ങനെ കൂടെ കൂട്ടിയെടുക്കുക. സെയിം അതേപോലെ തന്നെ ഇപ്പുറത്തെ ഒന്ന് കൂട്ടി തയ്ക്കുക. കഴിയുമ്പോൾ ഈ ഒരു ആം ഹോളിന്റെ ഭാഗത്ത് നമ്മൾ ആദ്യമേ തയ്ച്ചു വെച്ച് ഈ ഒരു സ്ട്രിപ്പില്ലേ, അതായത് ചെറിയൊരു സ്ലീവായിട്ട് ഇങ്ങനെ ഒന്ന് നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. അത് കഴിയുമ്പോൾ ഇപ്പുറേ ഭാഗം ഒന്ന് തയ്ക്കുക കേട്ടോ. സ്ലീവിന്റെ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ചുരുക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ഒരു വെസ്റ്റേൺ സ്റ്റൈൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു ചുരിദാർ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചുരിദാർ ഞാൻ ഈ ഒരു ഫ്രോക്ക് ആക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെ വന്നാലും കുട്ടികളുടെയൊക്കെ ഫ്രോക്കിന് നല്ലൊരു ഫ്രോക്കൊക്കെ നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1000-ന്റെ ആ ഒരു റേറ്റ് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആകുമ്പോൾ നിങ്ങൾ മടിഞ്ഞിരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ എന്ന ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പഴയ ചുരിദാറൊക്കെ അലമാരയിൽ സ്ഥലം മുടക്കായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പൈസ ലാഭമാണ്. കുട്ടികൾക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സും കൂടി നമുക്ക് കൂട്ടത്തിൽ ചേർക്കാം കേട്ടോ.